ഹലോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു 6-6:30 ആയിട്ടോ സമയം. അപ്പോൾ ഞാനിന്ന് കുറച്ച് നേരത്തെ നമ്മുടെ പണികളൊക്കെ ഒരുക്കിയിട്ട് നമുക്ക് സ്ഥലത്തേക്ക് പോകാണ്ട്. അപ്പോൾ അതിന് വേണ്ടി എണീറ്റതാണ്. പക്ഷെ എന്താ വെച്ചാൽ എൻ്റെ പിന്നാലെ ഒരാൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം. ചിരിക്ക്. ഹലോ. രണ്ടില്ലേ എണീറ്റ് കിടക്കണത്. അയ്യേ പാവം. എന്തിനാ അത്ര നേരത്തെ എണീറ്റ് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് മക്കൾക്ക് പോളിയോ കൊടുക്കേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് വലിയ വേദനയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2 ഉണ്ടെങ്കിൽ ഞാൻ എന്ത് വിചാരിച്ചറിയാം, 3 വേറെ വേറെ ടൈമിൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. എന്താ വെച്ചാൽ വേറെ വേറെ ടൈം പറഞ്ഞാൽ ഒരാൾക്ക് ഇത് പനി വരുമല്ലോ, പനിയും വേദനയും നല്ലപോലെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ടെൻഷനായി. എന്താ വെച്ചാൽ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, അവരുടെ അടുത്തും കൊണ്ട് നടക്കാനുള്ള ഒരു ഇതില്ലല്ലോ. അപ്പോൾ ഒരാളുടെ അടുത്ത് അവരുടെ ഇത് മാറിയിട്ട് അടുത്ത ആളുടെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ എന്തായാലും പോകണം. അയ്യോ. അപ്പോൾ എന്തായാലും പോകണം. ഒരു 10-10:30 ടൈമിൽ അവിടെ എത്താനാട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ നമ്മൾ പോളിയോയും കാര്യങ്ങളൊക്കെ ഒരുമിച്ചിട്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ചിട്ട് എടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഡേറ്റ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്കത് ഓർമ്മയിൽ നിൽക്കണ്ട എല്ലാ കാര്യത്തിലും കേട്ടോ. അപ്പോൾ ഒരുമിച്ചാകുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷനില്ല. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഇത് വേദന ഉണ്ടാവും പനി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേറെ വേറെ ടൈമിൽ എടുക്കാനാണ് വിചാരിച്ചത്. എന്തായാലും ഇപ്പോൾ ഇതൊന്നുള്ളൂ പറഞ്ഞപ്പോൾ 3 ഒരുമിച്ച് എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അമ്പാടിക്ക് കാര്യം മനസ്സിലായിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞു സൂചി വെക്കാൻ പോകണ്ടേന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അവന് 2 കുത്ത് കിട്ടിയതല്ലേ. അപ്പോൾ അവന് 2 കയ്യിലും അവന് ക്യാനിലിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവന് പെട്ടെന്ന് മനസ്സിലായി. അവന് ഭയങ്കര സങ്കടം വന്നു. പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സങ്കടം വന്നു. എന്നിട്ട് കൈ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണ്ടേ, സൂചിയായിട്ട് നടക്കണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു ഇടങ്ങാറ്. എന്താ വെച്ചാൽ 3 ഒരുമിച്ച് ഇതാകുമ്പോൾ നമുക്കൊരു ഇതാണ്. അപ്പോൾ മറ്റവർക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ പറഞ്ഞപ്പോൾ. ഇവന് വേഗം മനസ്സിലായി. അപ്പോൾ എന്തായാലും പോകാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം. അതാണ് മെയിൻ പണി. ഞാൻ പൊതുവേ എങ്ങോട്ട് പോകുമ്പോഴും മറവിയുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ കാലത്ത് എല്ലാം എടുത്ത് വെക്കണം. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഏറ്റവും വലിയ ടെൻഷനുള്ള കാര്യമാണ് കേട്ടോ ഇവരുടെ ഓരോ പേപ്പറും. ഇപ്പോൾ നമ്മൾ കോഴിക്കോടൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ഒരുപാട് പേപ്പറും കാര്യങ്ങളും ഉണ്ട് അവരുടെ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കലാണ് ഒരു ടാസ്ക് സത്യം പറഞ്ഞാൽ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, ഞാൻ ഒരു ദിവസം ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോളിയോ കാർഡ് എടുത്ത് കൊടുത്തിരുന്നു. അത് ഈ ഏറ്റെടുത്ത് വെച്ചിട്ട് ഈ സാധനം കാണാനല്ല. ഞാനാണെങ്കിൽ 3 ഫയലിൽ കയറി ഭയങ്കര തപ്പലായിരുന്നേ. ഒന്നാമത് നേരം വഴുകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ 10:30 ആകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തും വേണം. അവസാനം തപ്പി ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടനാണ് സംഭവം എടുത്ത് വെച്ചത്. എപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ അല്ലാണ്ട് എന്തെങ്കിലും സാധനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരുടെ സാധനങ്ങളൊന്നും ഞാൻ ആർക്കും തന്നെ എടുത്ത് വെക്കാനായിട്ട് കൊടുക്കില്ല. ഇപ്പോൾ നമ്മുടെ രാവിലത്തെ ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളി കഴിഞ്ഞു. ഞാൻ മക്കളെ അവിടെ ഏൽപ്പിച്ചിട്ട് പോയതാണ് അമ്മേൻ്റെ അടുത്ത്. അപ്പോൾ അമ്മയും മക്കളും കൂടി അംഗമായിരുന്നു തോന്നുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഓരോരുത്തർ ഓരോന്ന് കഴിച്ചും കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. കഴിക്കുക പറഞ്ഞാൽ അത് ഒരുപാടൊന്നും കഴിക്കില്ല കേട്ടോ. നമ്മളെന്തെങ്കിലും രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൊടുത്താൽ തന്നെ ഇഷ്ടമുണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അവരെ കയ്യിൽ കൊടുക്കാനായിട്ട് വാശി പിടിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിക്കും. അതന്നെ ഉള്ളൂ കേട്ടോ രാവിലെ. അല്ലാണ്ട് പാല് കുടിക്കുക, പിന്നെ ചായ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചായ അങ്ങനെ കൊടുക്കണത് നല്ലതല്ലല്ലോ, കൊണ്ട് അല്ലാണ്ട് കൊടുക്കാറില്ല. പാൽ അത്യാവശ്യം രാവിലെ അങ്ങനെ കുടിക്കും. അമ്പാടിക്കാണ് ഈ ഇടയായിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര മടി കേട്ടോ. ഓരോ സീസണിലും ഓരോരുത്തർക്കാണ്. അതെന്താ സംഭവം എന്നറിയില്ല. ചിലപ്പോൾ ദേവുട്ടിക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫുഡ് കൊടുക്കാനായിട്ട്. ചിലപ്പോൾ കാശിക്കാണ്, ഇപ്പോൾ അമ്പാടിക്കാണ്. അതാണ് വ്യത്യാസം. രാവിലെ ഈ പറഞ്ഞ പോലെ ഇവരുടെ എല്ലാം കഴിഞ്ഞ് ഞാനും അമ്മയൊക്കെ കഴിക്കുമ്പോഴേക്കും 10 മണിയൊക്കെ ആവട്ടോ. അപ്പോഴേക്കും കിളി പാറിയിട്ടുണ്ടാവും കേട്ടോ. ഒന്നാമത് അവർ പിന്നാലെ നടന്ന് ഇപ്പോൾ പണ്ടത്തെ പോലെ നല്ല ആൾക്കാർ ഒരു ഭാഗത്തിരിക്കാനായിക്കേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ഇവിടെ അമ്മേനോട് പറയും, അമ്മ ഞാൻ അങ്ങനത്തെ കുട്ടികളെ കണ്ടിട്ടില്ല. അതെന്താ വെച്ചാൽ ഫുൾ ടൈം അടിയാണ്. ഇപ്പോഴത്തെ സീരി കണ്ടേ ഞാർക്കാണെങ്കിൽ പുറത്തുനിന്ന് വന്നവർക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും കേട്ടോ. കാരണം അതാണ് അവസ്ഥ. പിന്നെ എന്താ വെച്ചാൽ പുറത്തുനിന്ന് ആൾക്കാർ വന്നാൽ ഞങ്ങൾ ഡീസൻ്റാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ ഈ കുട്ടികളെയാണോ ഈ പറയണമെന്നുള്ളത് വിചാരിക്കും. നമുക്കെല്ലാം അറിയുള്ളൂ വീട്ടിനുള്ളത്തെ കാര്യങ്ങൾ. അപ്പോൾ അടുത്ത് നമ്മുടെ കലാപരിപാടി പൊട്ടിട്ടെടുക്കുക. എന്തായാലും പുറത്ത് പോകല്ലേ, കരയാനാണെങ്കിൽ ഇരിക്കട്ടെ ഒരു പൊട്ട് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുളിക്കൽ കഴിഞ്ഞ് ഓരോരുത്തർ പോരാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അമ്മ അവിടുന്ന് കുളിപ്പിച്ച് വിടുകയാണ്. ഭയങ്കര വാശിയാട്ടോ കുളിക്കുന്ന സമയത്ത്. 3 ഒരുമിച്ച് കയറണം ബാത്റൂമിൽ. അങ്ങനെയൊക്കെ ഭയങ്കര വാശിയാണ്. ഇപ്പോൾ ആദ്യത്തെ പോലെ നിൽക്കുകയില്ല. അപ്പോൾ എന്താ വെച്ചാൽ വെള്ളം മുക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ജലദോഷം തുടങ്ങി. ഇപ്പോൾ 1-2 പേർക്ക് ജലദോഷം തുടങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് വന്നാൽ പിന്നെ 3 വന്നിട്ടേ പോകുള്ളൂ. അപ്പോൾ എന്തായാലും കാശിക്കൂട്ടം തുടക്കം വെച്ചതാണ്. ദേവുട്ടിക്ക് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് അമ്പാടിയാണ്. അമ്പാടി തുമ്മാൻ തുടങ്ങിയിട്ടോ.
അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ ഒരു പൗഡർ എടുത്താൽ അത് 3 ആക്കും വേണം, അല്ലെങ്കിൽ പൊട്ടിട്ട് എടുത്ത് കഴിഞ്ഞാൽ അത് 3 ആക്കും വേണം. അതിന് അടിയോടടിയാവും. അപ്പോൾ പിന്നെ അത് നോക്കുമ്പോൾ ഇതിനൊന്നും നിൽക്കാത്തതാണ് നല്ലത് തോന്നും. അപ്പോൾ അതാ നമ്മൾ റെഡിയായി, ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനും ഞാനും അമ്മയും കൂടി ഓട്ടോ വിളിച്ച് അങ്ങനെ പോവുകയാണ്. നമ്മളിവിടെ അംഗൻവാടിയിൽ പോയിട്ടാട്ടോ വെച്ചിരുന്നത് പോളിയോ. പക്ഷെ ഇപ്പം എന്തായാലും അംഗൻവാടിയിലില്ല, വേറെ ഇവിടെ ഹെൽത്ത് സെൻറ്റർ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്കാട്ടോ പോണത്. നോക്ക് അമ്പാടി ഫോണിക്ക് ടാറ്റ കൊടുക്ക്. ടാറ്റ ടാറ്റ. അപ്പം അതാ നമ്മൾ വണ്ടിയിൽ കയറി. അപ്പോൾ കുട്ടിക്ക് ആദ്യം ഓട്ടോയിൽ കയറുന്ന ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ടാറ്റയ്ക്ക് തന്നെ പോകുന്നുണ്ട്, സൂചി വെക്കാനാണ് എന്നുള്ളത് അമ്പാടിക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വലിയ ലെവലൊന്നും ഇല്ല. എന്തായാലും പോയി നോക്കാം. അപ്പോൾ അതാ നമ്മൾ സ്ഥലത്തെത്തി. സിസ്റ്റർമാരൊന്നും വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്യേണ്ട സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പോയ സമയത്തൊക്കെ എല്ലാവരും അടങ്ങി ഒതുങ്ങി മടിയിലൊക്കെ ഇരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് പിന്നെ ഞങ്ങൾ തന്നെ വലിയ ആൾക്കാർ എന്നുള്ള മൈൻഡിലായി കേട്ടോ. പിന്നെ അങ്ങോട്ട് കളിയോട് കളിയാണ്. ഈ നിൽക്കണ പോലെ ഒന്നും ആയിരുന്നില്ല. കസേര ഉന്തി മറിച്ചിടണു, കല്ല് വെറുക്കി എറിയണു, ഇതൊക്കെ ആയിരുന്നു കേട്ടോ അവസ്ഥ. ഇവരിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ കിപ്പെങ്കിലും കൊണ്ടുപോകാനായിട്ട് എഴുതാട്ടെ. എന്താ വെച്ചാൽ നമുക്ക് ഓക്കെയാണ്, അവരങ്ങനെയാണ്. പക്ഷേ എന്താ വെച്ചാൽ 3 പേരും ഒരുപോലെ ഇങ്ങനെ വിക്രസുകൾ കാട്ടി നടക്കുമ്പോൾ പൊതുവേ എല്ലാവരും ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ വില്ലന്മാരാണില്ലേ അതിനൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമില്ല കേട്ടോ. പക്ഷെ പൊതുവേ ചിലവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്, ഒരുപോലത്തെ ഡ്രസ്സ് ഇട്ട് കൊണ്ടുപോകണ്ട. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് 3 പേരും ഒരുപോലെ ഇതാക്കി കൊണ്ടുപോകാൻ. എനിക്കിഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ചിലവരിങ്ങനെ പറയും ഒരുപോലെ ഡ്രസ്സ് ഇട്ട് പുറത്തിറക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ 3 ആളും കൂടി പോവുകയാണെങ്കിൽ മാറി മാറി നിന്നോളുണ്ട് എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്കിഷ്ടമാണ് 3 ആൾക്കും ഒരുപോലെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇപ്പോൾ നമ്മളൊരു വഴിക്ക് പോയി കഴിഞ്ഞാൽ 3 ആളെയും 3 വഴിക്കാക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ഡോക്ടറൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുത്തിവെപ്പിനുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ വേദനയ്ക്കുള്ളത് നമുക്കില്ല, അത് അടുത്ത മാസമാണ്. ഇപ്പോൾ 1 കയ്യിൽ മാത്രമേ വെക്കുന്നുള്ളൂ. അതാണ് ആകെ ഒരു സമാധാനം. അമ്പാടിക്കും കാശിക്കും വലിയ കുഴപ്പമില്ല കേട്ടോ. സിറപ്പുകളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ നേരെ മറിച്ച് ദേവുട്ടിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. അതുകൊണ്ട് അമ്പാടി തുള്ളിമരുന്ന് കൊടുത്തപ്പോൾ പിന്നെയും വായ തുറന്ന് കാണിക്കായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. അവൻ കാശിക്ക് കൊടുക്കുന്നുണ്ടിട്ട് പിന്നെയും കൈ കാണിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുത്തണതാണ് കേട്ടോ ഭയങ്കര പ്രശ്നം. എന്താ വെച്ചാൽ ഞാൻ ലാബിൽ വർക്ക് ചെയ്തതാണെങ്കിലും എനിക്ക് മക്കളെ കുത്തുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രയാസമല്ലേ. എന്താ വെച്ചാൽ ആ സൂചിയും കൂടെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ജാതിരി വിഷമാണ്. എന്താ വെച്ചാൽ നമ്മൾ ഒരാളുടെ ഈ പറഞ്ഞ പോലെ കണ്ടാൽ പോരല്ലോ, ഒരാളുടെ കഴിയുമ്പോൾ അടുത്ത ആൾ കരയും, അത് കഴിഞ്ഞ് അടുത്ത ആൾ കാണുമ്പോൾ നമുക്ക് ഒരിടങ്ങാറാണ്. പക്ഷേ ഇതെന്താ വെച്ചാൽ ചെറിയൊരു സമാധാനം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് വിൽക്കുമ്പോഴുള്ള ആ ഒരു വേദന മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ എന്ത് കാണിക്കും മക്കളെയും കൊണ്ട് എന്നുള്ളതായിരുന്നു. കാരണം അമ്പാടിക്കൊക്കെ ഭയങ്കര വിഷമാണ്. എന്താ വെച്ചാൽ അവർ ഇനിയിപ്പോൾ ഉന്തി തള്ളിയിട്ട് വീണ് എന്തെന്നെ ആയാലും അവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ആകുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമല്ലേ, അതാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം കൂടി കുത്തിവെപ്പ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു കേട്ടോ, അത് വെക്കേണ്ട, അത് വെച്ചില്ല വെച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പരമാവധി വെക്കാൻ നോക്കുമെന്ന് പറഞ്ഞു. എനിക്കും എന്തോ ഇതിങ്ങനെ വേദന ഇതാകുമ്പോൾ നമുക്ക് ഒരു ജാതി വേണോ വേണ്ടേ എന്നുള്ളൊരിതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ദേവുട്ടിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല കേട്ടോ അതിനെ കുത്താനാണ് എന്നുള്ളത്. എന്താ വെച്ചാൽ സൂചി കണ്ടിട്ടും കൂടി അതിന് മനസ്സിലാവാത്ത പോലെ ഇങ്ങോട്ട് ഇരിക്കണത്. അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന കാണുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കരയും. ഇതിപ്പോൾ കുത്തിയപ്പോഴാണ് ആൾക്ക് അതിനെ വേദനിപ്പിക്കുകയാണ് എന്നുള്ളതന്നെ മനസ്സിലായിട്ട് നല്ലോണം കരഞ്ഞു കേട്ടോ ആൾ. എനിക്ക് ഇതൊക്കെ വെക്കുമ്പോഴും ഇനിയിപ്പോൾ അടുത്ത മാസം ഞാൻ വരണ്ടേ എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ 1.5 വയസ്സിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേദനയുണ്ടെന്ന് എല്ലാവരും പറയുമ്പോൾ അതാണ് ഒരു ഇടങ്ങാറ്. അപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടി വണ്ടിയിൽ കയറിയിട്ടും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ വീട്ടിലെത്തി ഓരോരുത്തർ പാലുകൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരുടെ കാര്യം തമാശയാണ് കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് സമയം കുട്ടികളെ അമ്മേൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ട് ഞാനും ഏട്ടനും സംസാരിക്കാന്നിരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞ് ഏട്ടനോട് ചോദിക്കും, എടി അമ്മ ബാക്കിയുണ്ടോ എന്ന് പോയി നോക്ക്. കാരണം എന്താ വെച്ചാൽ അത്രയും വികൃതിയാണ് കേട്ടോ ആൾക്കാർ. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടിക്ക് തന്നെ ജോയിൻ ചെയ്യുകയാണ് കേട്ടോ. പുറത്തുനിന്ന് ചട്ടിയും പാത്രം എറിയണ സൗണ്ടൊക്കെ കേൾക്കാണ്ട്. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എവിടെയും പോയി വന്നാൽ ഭയങ്കര ക്ഷീണമാണ്. ഞാൻ മലപ്പുറത്തെ കാലാവസ്ഥേൻ്റെ ആവാനാണ് സാധ്യത. അപ്പം ഇനിയിപ്പോൾ എന്താ നമ്മൾ രാവിലെ ഇന്നിപ്പോൾ പോകേണ്ട കാര്യമുള്ളതുകൊണ്ട് രാവിലെ എല്ലാ പണിയും ഒരുക്കിയിട്ടാണ് നമ്മൾ പോയത്. നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഇനി നമ്മൾ ഫ്രീ ആണ്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഫുഡൊക്കെ ആയി, അടിക്കുക തുടയ്ക്കുക തിരുമ്പുക എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഫ്രീ ആണ്. അവരെ കൂടെ ഇരുന്നാൽ മതി.
അപ്പം എന്തായാലും അവർ ഉറക്കത്തിൻ്റെ ടൈമൊക്കെ നമ്മൾ മാറ്റിയിട്ടോ. എന്താ വെച്ചാൽ രാവിലെ അവർ ഒരു 10 മണിയാകുമ്പോൾ കഞ്ഞി എന്തെങ്കിലും കുടിച്ചിട്ട് ഓരോ ഞങ്ങൾ ഉറക്കും. ഉറക്കി കഴിഞ്ഞിട്ട് 1 മണി സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കേ ഇല്ല. അപ്പോൾ നമുക്ക് എന്താ ഒന്ന് ഇരിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മളെല്ലാ പണി ഒരുക്കും. നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർ എണീക്കും. പിന്നെ അവരെ പിന്നെ നമുക്ക് ഓട്ടമാണ്. അപ്പോൾ എന്താ പറയുക, ഉച്ച കഴിഞ്ഞിട്ട് ഉറക്കുകയാണെങ്കിൽ അവർ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാമല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, പുറത്ത് എന്തൊക്കെയോ ഒച്ചയൊക്കെ കേൾക്കാണ്ട് പോയി നോക്കട്ടെ. എവിടെ സൂചി വെച്ച് നമ്മുടെ സൂചി ഇവിടെ വാവു ഇവിടെ ഇതാ മുട്ടിക്ക് ഇവിടെ വാവുവായ കയ്യിൽ അവോ എമ്പടി വാവു കയ്യിൽ വാവുമായി. അയ്യോ, ആര് കാട്ടി നോക്കട്ടെ. എവിടെ വാവു കാണിച്ചെടുത്ത വാവു എവിടെ വാവു ആരാ മുട്ടിന്റെ വാവു ആക്കി. അപ്പോൾ എന്തായാലും അവരൊക്കെയാണ് കേട്ടോ. ആ വെച്ചപ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ 3 പേരും കൂടി കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അവർ കളിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അവരെ കൂടെ ഇരിക്കുകയാണ്. എന്താ വെച്ചാൽ ആളില്ലാണ്ട് പറ്റില്ല. ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ, കുസൃതി ഇത്തിരി കൂടിയ സമയമാണ്. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.